അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള സ്വർണ്ണ നാണയം. മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത്. സത്യം അടിപൊളി പ്രോപ്പർട്ടിയാ. നിങ്ങൾ ആ പുറകിലത്തെ വീട്ടിലോട്ടൊന്ന് നോക്കിക്കേ നിങ്ങൾ. അതിന്റെ ചുറ്റും കാട് പിടിച്ച് പുല്ലൊക്കെ കയറി കിടക്കുക. അതെല്ലാം പോട്ടെ, ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ മൊത്തം മറ്റേ അഴുക്കും പാലും പിടിച്ച് കിടക്കുന്ന ഒരു വീട്. ഇതാണോടാ അതിന്റെ സൂപ്പർ പ്രോപ്പർട്ടി? കൊല്ലം സുധിയുടെ പ്രിയ പത്നി രേണു സുധി ലക്കി ഡ്രോ തട്ടിപ്പിൽ പോലീസ് പിടിയിൽ. മിക്കവാറും ഒരു 2 ദിവസത്തിനുള്ളിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു വാർത്തയായിരിക്കും ഇതേ. അങ്ങ് മലപ്പുറത്ത് ഒരു വീട് കച്ചവടമാക്കാൻ നോക്കിയിട്ട് ഒരു രീതിയിലും പരിപാടി നടക്കുന്നില്ല. അവസാനം നമ്മുടെ പ്രിയപ്പെട്ട രേണു സുധിയെയും ചേച്ചിയുടെ ഷോർട്ട് ഫിലിമുകളിലെയൊക്കെ നായകനായിട്ടുള്ള പ്രദീപിനെയും കോണ്ടാക്ട് ചെയ്യുന്നു ആ വീടിന്റെ ഉടമസ്ഥൻ. എന്നിട്ട് മക്കളെ എങ്ങനെയെങ്കിലും ഇതൊന്ന് കച്ചവടമാക്കി തരാൻ പറയുന്നു. ഉടനെ ലക്കി ഡ്രോ പരിപാടിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് ഒടിഞ്ഞു പടിഞ്ഞ് താഴെ വീഴാൻ പോകുന്ന ഒരു വീട്. എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ, ആ വീട് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. കാട് പിടിച്ചു കിടക്കുന്ന ഒരു വീട്, അത് ലക്കി ഡ്രോ വഴി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്നും പറഞ്ഞൊരു പരിപാടിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രേണു ചേച്ചി. എൻ്റെ പൊന്ന് രേണു ചേച്ചി ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ച് അപരാധിക്കുന്നത് പോലെ അല്ലിത്. ഇത് കേരളത്തിൽ ഇല്ലീഗലായിട്ടുള്ളൊരു പരിപാടിയാണ്. അത് നിങ്ങൾക്കറിയാമോ? ഇത് ചെയ്താൽ പണി പാളും, അകത്ത് പോകേണ്ട അവസ്ഥ വരെ വരും. ആ ചേച്ചിക്ക് ഇതാരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, കൂടെയുള്ള ആരെങ്കിലും. ചിലപ്പോൾ അറിയാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഓരോ വള്ളിയൊക്കെ എടുത്ത് തലയെ വെക്കുന്നത്. കാശ് കിട്ടുമെന്ന് ആ ഒരു പരിപാടി കാണുമ്പോഴേ കാശ് കിട്ടുമ്പോൾ എന്താണെങ്കിലും എടുത്ത് ചാടും. പക്ഷെ മനസ്സിലാക്കുക, ഇതിവിടെ ഇല്ലീഗലാണ്, പണി കിട്ടും. അല്ല, എല്ലാം പോട്ടെ, പണി കിട്ടുന്നതിനെ പറ്റി ചേച്ചിക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, പോട്ടെ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, ചെയ്യുന്നതിനകത്തൊരു മാന്യത വേണ്ടേ? ഒരു വീട്, ആ വീട് നിങ്ങൾ ആദ്യം ഈ ഒരു വീഡിയോ കാണുക. രേണു ചേച്ചിയും പ്രദീപ് കുട്ടനും കൂടെ കച്ചവടമാക്കാൻ ഇറങ്ങിയിരിക്കുന്ന വീട്, അവരതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ രേണു ചേച്ചീനെയും പ്രദീപിനെയും ഒന്നും അല്ല നിങ്ങൾ നോക്കണ്ടേ, ഇവർ കാണിക്കുന്ന വീടുണ്ട്. തുടക്കത്തിൽ തന്നെ ഇവർ സംസാരിക്കുമ്പോൾ ഈ 500 രൂപ കൂപ്പൺ എടുക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിന്റെ പുറകിൽ ഒരു വീട് കാണുന്നുണ്ട്. നിങ്ങൾ ആ വീടൊന്ന് ശരിക്കും ഒന്ന് അനലൈസ് ചെയ്തോണേ, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. 500 രൂപ ഒരു വീടാണ് ഗൈസ്. വേറെ നല്ല 2500 സ്ക്വയർ ഫീറ്റ് കിടിലൻ വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീട് മാത്രമല്ല, 2ാം സമ്മാനം എന്ന് പറയുന്നത് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ 3ാം സമ്മാനം എന്ന് പറയുന്നത് ജാവയുടെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ്. അതെ, 4ാം സമ്മാനമായിട്ട് വരുന്ന 5 പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. അതുപോലെ 5ാം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള സ്വർണ്ണ നാണയം. മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത്. സത്യം എടാ, ഒരു സെക്കൻഡ്, അടിപൊളി പ്രോപ്പർട്ടിയാ. നിങ്ങൾ ആ പുറകിലത്തെ വീട്ടിലോട്ടൊന്ന് നോക്കിക്കേ നിങ്ങൾ. അതിന്റെ ചുറ്റും കാട് പിടിച്ച് പുല്ലൊക്കെ കയറി കിടക്കുക. അതെല്ലാം പോട്ടെ, ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ മൊത്തം മറ്റേ അഴുക്കും പാലും പിടിച്ച് കിടക്കുന്ന ഒരു വീട്. ഇതാണോടാ അതിന്റെ സൂപ്പർ പ്രോപ്പർട്ടി? ഇതാണ് അതിന്റെ സൂപ്പർ പ്രോപ്പർട്ടി? എത്ര കൊല്ലം പഴക്കമുണ്ട് ഈ വീടിന്? ഒന്ന് പറഞ്ഞു തരുമോ നീ? സൂപ്പർ പ്രോപ്പർട്ടി എന്ന് എവിടെ കണ്ടോ കച്ചവടം ആകാതെ കിടക്കുന്ന ഒരു വീട്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത് അത് കണ്ടിട്ട്. നിങ്ങൾ പറയില്ലെങ്കിൽ എങ്ങനെയാ തോന്നുന്നത്? നിങ്ങൾ ഒന്ന് ആ വീട്ടിലോട്ടൊന്ന് നോക്കിക്കുക, ആ വീടൊന്ന് ശ്രദ്ധിക്കും നിങ്ങൾ. എനിക്കത് അത്ര സൂപ്പർ പ്രോപ്പർട്ടി ആയിട്ട് തോന്നിയില്ല. പിന്നെ നിങ്ങളെന്തോ സെക്കൻഡ് പ്രൈസ് കാറ്, ബൈക്ക്, ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ആണോ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എടാ, എന്തിനാടാ മോനെ ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങുന്നത്? എന്തിനാ? ഈ അടുത്തിവിടെ പാണ്ടിക്കാട് കുന്നാൻ ഇറങ്ങി ഇപ്പം അണ്ണാക്കി കെട്ടി മേടിച്ച് വീട്ടിൽ ഇരിപ്പുണ്ട്. ഇനി അടുത്ത നിങ്ങളാ. പക്ഷെ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കേസാവും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് ചെന്നേ എത്തത്തുള്ളൂ. ഒന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇറങ്ങും ഓരോ പരിപാടിക്ക്. ആ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇടം നിനക്ക് എങ്ങനെ പറയാൻ തോന്നണം അതൊരു സൂപ്പർ പ്രോപ്പർട്ടി ആണെന്ന്? എങ്ങനെ പറയാൻ തോന്നുക ആ വീട് കണ്ടിട്ട് സൂപ്പർ പ്രോപ്പർട്ടി ആണെന്ന്? പുല്ല് പിടിച്ച് കിടക്കുന്ന പോട്ടെ, പക്ഷെ ആ വീട്ടിലോട്ട് നിങ്ങൾ നോക്കിക്കുക, വെള്ള കളർ വീട്, ഇതാണോ സൂപ്പർ പ്രോപ്പർട്ടി? ഇനി അതിൻ്റെ അകത്തോട്ട് നമുക്കൊന്ന് കാണിച്ചു തരുന്നുണ്ട് വീട്, അതുകൂടെ ഒന്ന് കാണാവേ. പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഇതിന്റെ ഭാഗ്യശാലി. കാരണം അല്ല, നിങ്ങൾ ലൈവായിട്ടാണ് ഇത് നറുക്കെടുക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതും. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീടും ജസ്റ്റ് ഒന്ന് കാണാൻ നിങ്ങൾക്കൊരു കിടിലൻ ഓഫറാണ്. വീടിനുള്ളിലെ വിശാലമായിട്ടുള്ള ഹാൾ ഏരിയയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഗൈസ്, കിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. സൂപ്പർ ബെഡ്റൂം ആണ്. അതുപോലെ തന്നെ ബാൽക്കണിയിൽ നല്ല അടിപൊളി വിഷ്വൽസ് ആണ്. ഓക്കെ, അടിപൊളി കിച്ചണും അടിപൊളി കിച്ചൺ ഉണ്ട്. അപ്പൊ എന്തായാലും ഗൈസ്, നമുക്ക് നേരെ മുകളിലേക്ക് പോവാം, ബാക്കി എല്ലാം നമുക്ക് കാണാം. അപ്പൊ ഗൈസ്, ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ. അപ്പൊ നമ്മളിതിന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വിഷ്വൽസ് നടന്ന കാഴ്ചയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂവിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല അത്യാവശ്യം നല്ല വെളിച്ചവും വായും ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ്. അതുപോലെ റോഡ് സൈഡ് ആണ് അല്ലേ? അതെ, റോഡ് സൈഡിലാണ് ഈ സ്ഥലം. അടിപൊളിയാണ്, നല്ല വിഷ്വൽസ് ഉണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ August 15 കേട്ടോ. വീട് മാത്രമല്ല നിങ്ങളെ തേടിയിരിക്കുന്നത് 5 ബമ്പർ ഗിഫ്റ്റ് പോലത്തെ 5 ബമ്പർ ഗിഫ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആരും മറക്കണ്ട, താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഒക്കെ ഉണ്ട്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. രേണു ചേച്ചി അവനും ഇരിക്കുന്ന ആ സ്ഥലം നിങ്ങൾ കണ്ടോ? അതിൻ്റെ അപ്പുറത്ത് വല്ല പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും ഈ കൂപ്പണൊന്നും എടുക്കരുത്. വീട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കൊലക്കയറ് കയറുന്നതാണ് കൈപ്പോവും. ഉള്ള കാര്യം ഞാൻ പറയാം. കാരണം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടപ്പുറേ മറ്റേ ഇതൊന്നും ഇല്ല, ഗാർഡ് പോലത്തെ നമ്മൾ വെക്കുമല്ലോ. പിള്ളേരൊക്കെ പടയുന്നു. എന്തിനാ പിള്ളേർ നമ്മൾ രേണു ചേച്ചി അവനും ഒക്കെ ഒന്ന് പുറകിലോട്ടൊന്ന് ആഞ്ഞു കഴിഞ്ഞാൽ നേരെ തറയെ കിടക്കും. അതാണ് അവന്മാരുടെ തൂപ്പറ വീട്. എൻ്റെ പൊന്നു ജനങ്ങളെ, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പറ്റീരി പോയി വീടല്ലേ. ഇത് തൂപ്പർ വീടൊന്നുമല്ല. ഇത് മൊത്തത്തിൽ എങ്ങാണ്ട് ഉടിഞ്ഞു പടഞ്ഞ് എല്ലാം കൂടെ താഴെ വീഴാൻ പോകുന്ന വീട്. എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിവാക്കുകയാണെന്ന് തോന്നുന്നു ആ വീടിന്റെ ഓണറിനെ പോലും ഇവർ ഇതിനകത്തൊന്നും കാണിക്കുന്നില്ലെന്നാ. സാധാരണ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ലക്കി ഡ്രോ ഒക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വീടിന്റെ ഓണറിന് കഷ്ടകാലം, മൊത്തത്തിൽ കടം, ഇല്ലെങ്കിൽ കരൾ പോയി, മറ്റേത് പോയി, മറിച്ചേത് പോയി, നിങ്ങൾ ജനങ്ങൾ സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. ഇത് അങ്ങനൊന്നുമില്ല. ഇത് ഒരു ബമ്പർ വീട്, ഒരു ഗംഭീര വീട് നിങ്ങൾക്കങ്ങ് ചുമ്മാ തരുന്ന 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്നും പറഞ്ഞാണ് ഈ 2 ഐറ്റം കൂടെ ഇറങ്ങിയിരിക്കുന്നത്. അതും ആ വീട് കണ്ടിട്ട് എനിക്കത്ര ഗംഭീര വീടായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ പൊന്നു മക്കളെ, അധികം വൈകാതെ മിക്കവാറും പണി പിന്നെ എന്താ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം ജനങ്ങൾ എന്ത് വന്ന് കൈയിട്ടെടുക്കുവോ? മറ്റേ കുഞ്ഞാൻ കാണിച്ച കണക്ക് കുഞ്ഞാന് പകരം അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പകരം വേറെ ആരെങ്കിലും അല്ലേ അത് എടുക്കുന്നത്? അല്ലാതെ ഈ ജനങ്ങൾ എങ്ങനെ വന്ന് കൈയിട്ടെടുക്കുവോ? എനിക്ക് അറിയാൻ പാടില്ല. ജനങ്ങളാണ് ഇത് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ജനങ്ങളാണ് എന്താണ് വിജയിയെ കണ്ടെത്തുന്നത്. ജനങ്ങൾ എങ്ങനെ കണ്ടെത്തൂടാ? ഈ ഒരു 10-100 പേരെ എടുക്കുന്നതെന്ന് വിചാരിച്ചോ? ഒരു 100 പേര് നിന്റെയൊക്കെ ഈ കൂപ്പൺ എടുത്ത് ഈ 100 പേരും കൂടെ ഒന്നിച്ച് വന്ന് കൈയിട്ടെടുക്കുവോ? അല്ല, മനസ്സിലാവാത്തോണ്ട് ചോദിച്ചതാ കൂട്ടുകാരാ. നിങ്ങളുടെയൊക്കെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ, ഇല്ലെങ്കിൽ അവിടെ ഇത് 6 പേരിലാണോ ഈ വീട്, അയാളായിരിക്കുമല്ലോ എടുക്കുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും കാണികളിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ട് എടുപ്പിക്കും. ഓക്കെ, നല്ല കാര്യം, എടുത്തിട്ട് വീട് കൊടുത്തോ. പക്ഷേ ഈ സെക്കൻഡ് ഹാൻഡ് ഈ പൊട്ടിപ്പൊളിഞ്ഞ് വീടാറായ വീട്, ഉള്ള അഴുക്കും മാറാലയൊക്കെ പിടിച്ച് കിടക്കുന്ന വീട്, കാടും പിടിച്ച് കിടക്കുന്ന വീടൊക്കെ വന്നിട്ട് 500 രൂപ കൊടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു 10 പേര്, അല്ലെങ്കിൽ ഒരു 10 പേരെന്നല്ല, ഒരു 500 പേര് 500 രൂപ വെച്ചിട്ട് കഴിഞ്ഞാൽ എത്ര രൂപയാവും? അത്രയും രൂപയുടെ വീടുണ്ടോ? അതെനിക്കതാ ചോദിക്കാനുള്ളത്. അത് കണ്ടിട്ട് അതിൻ്റെ ഓണർ ഉപേക്ഷിക്കുന്ന വീട്, അങ്ങനെ എനിക്ക് തോന്നുന്നത്. അവർ മാക്സിമം താമസിച്ച് ഇനി ആ വീട് ഉപേക്ഷിക്കുക, അവരടുത്ത വീട് വെക്കാൻ നോക്കുന്നു. അപ്പോൾ അവർ ഒരു മെഗാ ലക്കി ഡ്രോ പരിപാടി അങ്ങ് തുടങ്ങുന്നു. രേണുവിനെ ഇവനെയും വിളിച്ചിട്ട് കുറച്ച് കാശും കൊടുത്ത്. കാശ് മേടിക്കാവുന്ന ആയിരിക്കത്തില്ലല്ലോ ഈ പരിപാടി ചെയ്തേക്കുന്നത്. പിന്നെ ഈ കാറും ബൈക്കും സ്കൂട്ടറും ഒക്കെ ആരെങ്കിലും ഒക്കെ ഈ കൂപ്പണും എടുത്ത് മേടിക്കാൻ പോകുന്നവർ നോക്കിയും കണ്ടുമൊക്കെ അത് ഓടിച്ച് വീട്ടിലോട്ട് പോവുക. ഇല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ചിലപ്പോൾ മേപ്പോട്ടായിരിക്കും ചെല്ലുന്നത്. എനിക്ക് അത്ര പറയാനുള്ളൂ. എന്തായാലും വേണമെങ്കിൽ ഇതൊന്ന് കംപ്ലീറ്റ് തീർത്തോ കണ്ട്. ടിക്കറ്റ് എടുക്കുക. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഇതിൽ നറുക്കെടുക്കുന്ന ആളും വിജയും നിങ്ങളായിരിക്കും. ഓക്കെ, നിങ്ങൾ പ്രേക്ഷകരായിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എന്തായാലും താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന ഇപ്പം തന്നെ നിങ്ങൾ അവനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സിനും കിട്ടട്ടെ ഈ 5 എണ്ണത്തിലൊരു ഭാഗ്യശാലി. അപ്പോൾ എന്തായാലും ഗൈസ്, ബൈ. എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും അത്രയും ഭാഗ്യം വേണ്ട ചേട്ടാ, മനസ്സിലായോ? അത്രയും വലിയ ഭാഗ്യം വേണ്ട. പിന്നെ അത്രയും ഭാഗ്യം ആവശ്യമുള്ളവർ കൂപ്പൺ എടുക്കുക. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എടുക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഉചിതമായിട്ട് എന്താണ് തോന്നുന്നത് നിങ്ങളത് ചെയ്യുക. ഞാൻ ഒരിക്കലും ഈ സാധനത്തിനെ പ്രൊമോട്ട് ചെയ്യത്തില്ല, അത് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു. പിന്നെ എനിക്കിത് കണ്ടിട്ട് ഉടായിപ്പായിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പരിപാടിയാണ്, അതാണ് അവർ ചെയ്യുന്നത്. അത് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. പിന്നെ എൻ്റെ പൊന്ന് രേണു ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഈ News 18 കഴിഞ്ഞ ദിവസം ചേച്ചി വന്നിരുന്ന് സംസാരിച്ചാൽ നിങ്ങൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് കുറച്ച് പോർഷൻസ് ഞാനൊന്ന് കാണിച്ചു തരാം. കാരണം അതിനെപ്പറ്റി നമുക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതൊന്ന് കണ്ടു തുടങ്ങിക്കുക നിങ്ങൾ. എന്ന് പറഞ്ഞ ഒരു മാക്സിമം കുറച്ച് ദിവസം അല്ലേ, അത് കഴിഞ്ഞ് പിന്നെ ആ ട്രെൻഡ് കഴിഞ്ഞ് അടുത്ത ആള് വരും. ഇത് വെച്ചാല് ഒരു റീല് ചെയ്തതിനെ തുടർന്ന് ദാസന കോഴിക്കോടുമായിട്ട് ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ അതൊന്ന് ചെയ്യുന്നത് ഞാൻ കണ്ടത് ഔട്ട് പറഞ്ഞു. പിന്നെ വൈറലായോ എയറിലാണോ ഒന്നും അറിയില്ല. അതുപോലെ തന്നെ ഇന്നീ നിമിഷം വരെ ഇങ്ങനെ ഓരോ ആരോപണങ്ങളും അതും ഇതും എന്താ പറയാ റിയാക്ഷൻ വീഡിയോസ് ആയിട്ടും എല്ലാം രേണു സുധി എന്ന് പറയുന്നൊരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് യൂട്യൂബിൽ എവിടെയാണല്ലോ ഉണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം തുറന്നാലോ, അല്ലെങ്കിൽ ഞാൻ തന്നെ അത്ഭുതപ്പെടുക, ഇൻസ്റ്റാഗ്രാം തുറന്നാലോ യൂട്യൂബ് തുറന്നാലോ വേണ്ട ഫേസ്ബുക്ക് തുറന്നാലോ ഈ ഒരു കണ്ടന്റിന് വ്യൂസും കൂടുതലാണ്. രേണു സുധി പേര് മതി, വ്യൂസും കൂടുതലാണ്, കമന്റ്സും കൂടുതലാണ്, എല്ലാം ഇങ്ങനെ തന്നെ നിൽക്കുന്നു.
നമ്മുടെ രേണു ചേച്ചിക്ക് തന്നെ അറിയാം, യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ചേച്ചിയുടെ കണ്ടന്റ്സിന് നല്ല റീച്ചാണ്. അതായത് ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ, ചേച്ചിയെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചാൽ ശരി, അല്ലെങ്കിൽ വേറെ ആര് എന്ത് ഇപ്പോൾ ഓൺലൈൻ മീഡിയാസിൽ ചേച്ചിയുടെ ഇൻ്റർവ്യൂ വന്നാലും ശരി, നല്ല റീച്ചാണ്. അത് ചേച്ചിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് ഇതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ചേച്ചിക്ക് ദോഷം ഉണ്ടായെന്നും പറഞ്ഞ് ചേച്ചി വരല്ലേ. സുധി എന്ന് പറയുന്ന ആളുടെ ഏതൊരു ഇൻ്റർവ്യൂവിലും സുധിയുടെ മാങ്ങ, സുധിയുടെ ചക്ക, സുധിയുടെ തല, ഇതും പറഞ്ഞല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞ് ചേച്ചി കയറി വന്നിട്ടുണ്ടോ? ഇല്ല. തുടക്കകാലത്തെ കാര്യമാണ് പറയുന്നത്. തുടക്കകാലത്ത് സുധി ഇപ്പോഴും ഉണ്ട്. ഇപ്പം ചേച്ചി കൂടുതലും പറയുന്നത് ചേച്ചിയെ ആൾക്കാർ സൈബർ പുള്ള് ചെയ്യുന്നതിനെ പറ്റിയാണ്. ചേച്ചി എന്ത് പുള്ള് ചേച്ചിയെ ചെയ്താലും ആ പുള്ള് കൊണ്ടാണ് ചേച്ചി ഇവിടെ പുള്ളി ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ചേച്ചിയുടെ മറ്റേ ഒടുക്കത്തെ കഴിവുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചേച്ചിക്ക് കഴിവുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. എന്തിനാണെന്ന് നിങ്ങൾക്കറിയാവോ? ചേച്ചി നന്നായിട്ട് പാട്ട് പാടും. ഞാൻ ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടു. ചേച്ചി നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. അവരെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കും. വീഡിയോ കാണുന്ന ആൾക്കാരോടും ഈ ചേച്ചിയെ ഷോർട്ട് ഫിലിമിന് വിളിച്ച് കോമാളിത്തരം കാണിക്കുന്ന ചേട്ടന്മാരോടും ഒക്കെയാണ്. അവർ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. അവരെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് അവരോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ പറ്റാത്ത പരിപാടിക്ക് ഈ അലിൻ ജോസ് പെരേരെ പോലുള്ളവൻ്റെയൊക്കെ കൂടെ വിളിച്ചു വരുത്തി എന്തിനാണ്? പിന്നെ കാശിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്, മൊത്തം കാശിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ജീവിക്കണ്ടേ? മക്കളൊക്കെ ഇല്ലേ? അവർക്ക് ജീവിക്കണം. അതിനവർ എന്ത് കോപ്രായം കാണിക്കുന്നു. പക്ഷെ അത് കോപ്രായങ്ങളാണ്, അല്ലാതെ അത് വലിയ അഭിനയമാണെന്ന് ഓക്കെ പറഞ്ഞോ. ഞാൻ പിന്നെ കൂടുതലൊന്നും മിണ്ടാതെ വേണമെങ്കിൽ ഇരിക്കാം. അവർക്ക് ജീവിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടായിരിക്കാം. പക്ഷെ എടുത്ത് തലേ വെച്ചോണ്ട് ഇവരാണ് അഭിനയ കുലപതി എന്നൊന്നും പറഞ്ഞ് നടക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഞാൻ ഉള്ള കാര്യം പറയുക. പിന്നെ ചേച്ചിയും വന്നിട്ട് ചേച്ചിയെ സൈബർ ബുള്ള് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചേച്ചിക്ക് പറയാം. പക്ഷെ ഒരാൾക്കെതിരെയും കേസ് പോലും കൊടുക്കാനുള്ള ഒരു ഇച്ചിരി അർഹത ചേച്ചിക്ക് ഇല്ല. കാരണം ചേച്ചി അതുകൊണ്ടാണ് നിലനിന്ന് പോകുന്നത്. ഇവിടുത്തെ ഓരോ റിയാക്ഷൻ വീഡിയോസ് കാരണം, ഇവിടുത്തെ ഓരോ ഈ ഓൺലൈൻ മീഡിയക്കാർ നിങ്ങളുടെ വീഡിയോ എടുത്ത് ചെയ്യുന്നു, ലൈക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നതുകൊണ്ട്, ഇതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ നിലനിന്ന് പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഈ ഒരു പോർഷൻ മാത്രമേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു, കൂടുതലൊന്നും കേൾപ്പിക്കുന്നില്ല. എനിക്കിതൊന്ന് ഇവരുടെ ഈ ഒരു സംസാരം കേട്ടപ്പോൾ ഇതിനെതിരെ ഒരു മറുപടി കൊടുക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. നിങ്ങൾ നിന്ന് പോകുന്നത് ഇവിടുത്തെ റിയാക്ഷൻ ചാനൽസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് രേണു ചേച്ചി. പിന്നെ ഓൺലൈൻ മീഡിയാസും ഇല്ലെങ്കിൽ ഈ കുഞ്ഞു ആൽബങ്ങളിലൊന്നും നിങ്ങളെ വിളിക്കത്തില്ല, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസിലൊന്നും നിങ്ങളെ വിളിക്കത്തില്ല. കാരണം നിങ്ങളെ കാണാൻ ആരും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിക്കുന്നേ? നിങ്ങളെ എന്തുകൊണ്ട് ആൾക്കാർ കാണുന്നത്? നിങ്ങളെ രണ്ട് തെറി പറയാൻ കയറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്കും അതറിയാം. നിങ്ങൾ എന്താണ് കാണിച്ചു വെച്ചേക്കുന്നതെന്നും പറഞ്ഞ് വന്ന് കയറി അത് കണ്ട് ലാസ്റ്റ് നിങ്ങളെ കുറെ കൊണ പറഞ്ഞു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്കതറിയാലോ. അങ്ങനെ എന്തുകൊണ്ട് ആൾക്കാർ എത്തുന്നത്, നിങ്ങളെ അറിഞ്ഞു വരുന്നത് ഇവിടുത്തെ റിയാക്ഷൻ ചാനൽസും ഓൺലൈൻ മീഡിയാസും ഉള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ ഇതേ പുതിയൊരാൾ വരിക, അടുത്ത ആൾ വരുമ്പോൾ നിങ്ങൾ ഔട്ടാ. കാരണം ഇവിടുത്തെ റിയാക്ഷൻ ചാനൽസും ഓൺലൈൻ മീഡിയാസും നിങ്ങളുടെ പുറകെ വരത്തില്ല, നിങ്ങളെ വിടും, പുതിയ ആളുടെ പുറകെ പോകും. അങ്ങനെ പോകുമ്പോഴത്തേക്ക് നിങ്ങളെ പിന്നെ ആർക്കും വേണ്ട. പിന്നെ നിങ്ങളുടെ ഷോർട്ട് ഫിലിം വന്നാലും ആരും വലുതായിട്ട് മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു സംഗതി. ലൈക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ആറാട്ടണൻ എന്ന് പറയുന്ന വ്യക്തി വന്ന് എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു. നല്ല റീച്ചായിരുന്നു ഒരു ടൈമിൽ. അതിനുശേഷം ഈ അലിൻ ജോസ് വന്ന് അളിഞ്ഞ പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാരും നമ്മളെല്ലാവരും ഇവൻ്റെ പുറകെ പോയി. ആറാട്ടണ്ണന് ഇപ്പോൾ വലിയ ഗുമ്മൊന്നുമില്ല, ഒതുങ്ങിപ്പോൾ ആ ഒരു മൂല ഇരിപ്പുണ്ട് ഇല്ലേ? ഇത് രേണു ചേച്ചിക്കും സംഭവിക്കും. അപ്പോൾ ഉള്ള കാലം കൊണ്ട് ആൾക്കാരൊക്കെ പറയുന്നതൊക്കെ വെച്ച് ഒന്ന് ക്ലച്ച് പിടിച്ച് ഓരോ അലമ്പൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ ഷോർട്ട് ഫിലിം കാണിച്ച് കുറച്ച് കാശുണ്ടാക്കി ചേച്ചി പൊക്കൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇവിടുത്തെ ആൾക്കാരുടെയും നമ്മളെ റിയാക്ഷൻ ചാനൽസിൻ്റെയും ഓൺലൈൻ മീഡിയാസിൻ്റെയും ഒരു ഔദാര്യം ചേച്ചിക്കാണ് തരുന്നത്. പിടികിട്ടിയില്ലേ? ചേച്ചിയുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് പിന്നെ ഒരു ബൂസ്റ്റ് തന്ന് ജീവിച്ചു പോട്ടെ. നിങ്ങൾ ജീവിക്കണം. പക്ഷേ എനിക്ക് പറയാനുള്ള കുറച്ച് ഈ ഓൺലൈൻ മീഡിയക്കാരുണ്ടല്ലോ, ഈ ഷോർട്ട് ഫിലിംസ് ചേട്ടന്മാരോടും സിനിമാക്കാരോടുമാണ്. നന്നായിട്ട് അവർ പാട്ട് പാടുന്നുണ്ട്. പറ്റുമെങ്കിൽ അവരുടെ ആ ഒരു കഴിവിനെ എല്ലാവരും ഒന്ന് ബൂസ്റ്റ് ചെയ്ത് അവർക്കൊരു നിലനിൽപ്പുണ്ടാക്കി കൊടുക്കുക. അത് പറ്റും. അല്ലാതെ ഈ കോമാളിത്തരം കാണിപ്പിക്കാതെ അവരെ കൊണ്ട്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. പറ്റുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.